യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആമേൻ. നിൻ്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ വചനം പറയുകയാണ്, നിൻ്റെ പൂർവകാലം അല്പമായിരിക്കും, നിൻ്റെ അന്ത്യം അതിമഹത്വമായിരിക്കും എന്ന ആശയത്തോടു കൂടെയാണ് നാം വായിച്ച കുറിവാക്യം കാണാൻ കഴിയുന്നത്. പ്രിയരെ, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ആശ്വാസം നൽകുന്ന പദങ്ങൾ, സന്ദർഭങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം. കഴിഞ്ഞ ദിവസം ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് ദൈവത്തോട് ആഴമായി ഞാൻ ഹൃദയം തുറന്ന് ധ്യാനിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ യാഥാർത്ഥികമായി ആരാധിക്കുന്ന, ഏതവസ്ഥയിലും ദൈവത്തിൻ്റെ മുഖത്തെ നോക്കുന്ന, ഏതു സാഹചര്യത്തിലും ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസം നൽകുന്ന വചനമാണ് നാം വായിച്ച വചനം. ഒരു ഭക്തൻ്റെ പ്രത്യാശയാണ്. യോബിൻ്റെ അവസ്ഥ നമുക്ക് നന്നായി അറിയാം. യോബിൻ്റെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മെ പലപ്പോഴും, കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ദൈവദാസന്മാർ എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു പദം എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. അത് അനന്തരമാണ് ഈ വചനം ഞാൻ ധ്യാനിക്കാനിടയായത്. ബൈബിളിൽ 66 പുസ്തകമുണ്ട് സത്യം. പക്ഷേ അതിനകത്ത് യോബിൻ്റെ ഈ പുസ്തകമാണ് പലരുടെയും ജീവിതത്തിൽ നിന്ന് ആത്മഹത്യയെ വഴിമാറ്റിയത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നെന്ന് എനിക്കറിയില്ല. എത്രയോ ജീവിതത്തിൻ്റെ മുൻപിൽ വന്ന പ്രതിസന്ധികളിൽ പിടിച്ചു നിർത്താൻ ധൈര്യം നൽകിയത് യോബിൻ്റെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ യോബിൻ്റെ അനുഭവങ്ങളാണ്. നമ്മുടെ അരിമനാഥൻ്റെ അനുഭവമുണ്ട് സത്യം. എങ്കിലും വേറിട്ട് നിൽക്കുന്ന പഴയ നിയമത്തിൽ ആഴമായി വായിക്കുകയും ദൈവദാസന്മാർ പ്രസംഗത്തിലൊക്കെയും ഉരുവിടുന്ന പറയുന്ന ഒരു ചരിത്രമാണ് യോബിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, വചനത്തിനകത്ത് ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ യോബിനെ പറ്റി ദൈവത്തിന് തന്നെ സാക്ഷ്യമുണ്ടായിരുന്നു. ദൈവത്തിന് മാത്രമല്ല യോബിനെ കുറിച്ച് സാക്ഷ്യം, യോബിനെ കുറിച്ച് സാക്ഷ്യം ദൈവത്തിനും സാത്താനും മാത്രമല്ല യോബിനെ കുറിച്ച് സാക്ഷ്യമുണ്ടായിരുന്നത്, യോബിൻ്റെ ഭാര്യയ്ക്ക് യോബിനെ കുറിച്ച് സാക്ഷ്യമുണ്ടായിരുന്നു. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, അവൻ യഹോവ ഭക്തനാണ്. ഇതേ പദം സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ പോയി യോബിനെ പറ്റി പറയുന്നുണ്ട്. അവൻ ദൈവഭക്തനായിരിക്കാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയുള്ളൂ, സാത്താൻ്റെ കണ്ണിൻ്റെ മുൻപിലും അവൻ്റെ ജീവിതത്തിനകത്തൊരു കറയുമില്ല, അവനൊരു ദൈവഭക്തനായി ജീവിച്ചവനാണ്. അവൻ്റെ ഭാര്യ വന്ന് പറയുന്നൊരു പദമുണ്ട്, ഇനിയും നീ ദൈവഭക്തിയെ മുറുകെ പിടിച്ച് ഇരിക്കുന്നത് എന്തിനാ? പ്രിയരെ, ഭാര്യയ്ക്കും സാക്ഷ്യമുണ്ട്. അവളുടെ ഭർത്താവ് യോബ് അവൻ ദൈവത്തോടുള്ള ഭക്തിയെ, അല്ലെങ്കിൽ യഹോവയുടെ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്ന പദങ്ങളുണ്ട്, അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന്. അതിനകത്ത് യോബിൻ്റെ സ്നേഹിതന്മാരിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ബിൽദാദ് പറയുന്ന, അല്ലെങ്കിൽ തൻ്റെ യോബിനോട് ഉത്തരമരുളുന്ന ഒരു സന്ദർഭമാണ് 8-ാം അധ്യായം 1 മുതൽ നാം പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അതിനകത്ത് 7-ാമത്തെ വാക്യം യോബിൻ്റെ ഹൃദയത്തെ തൊടുന്നൊരു പ്രവചനദൂതാണ്. യോബിൻ്റെ ഹൃദയത്തെ തൊടുന്ന ഒരു പ്രവചനദൂതാണ്. ശ്രദ്ധിക്കണം. 10 തലമുറകൾ നശിച്ചു, ഉണ്ടായിരുന്നതെല്ലാം
അവൻ ഉണ്ടായിരുന്ന ആടുമാടുകൾ കന്നുകാലികളെല്ലാം അന്യജാതിക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് കവർന്നു കൊണ്ടുപോയി. ഉണ്ടായിരുന്നതെല്ലാം തകർന്നു. കേവലം ശരീരം പോലും തകർന്ന് ഒരു ഓട്ട് കഷ്ണം വെച്ച് ശരീരത്തിനകത്തുള്ള വേദനയെ അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള മുറിവിനെ അവൻ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ സ്നേഹിതന്മാർ വരികയാണ്. അവൻ്റെ അനുഭവം എത്ര ദയനീയമാണ്. പക്ഷെ എങ്കിലും യോബിനെ കുറിച്ച് തൻ്റെ സ്നേഹിതൻ യോബിനോട് യോബ് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സമയത്ത് യോബിനെ നോക്കി ഒരു പ്രവചനാത്മാവിലെന്ന് ഞാൻ പറയാം പറഞ്ഞൊരു പദമുണ്ട്: നിന്റെ പൂർവസ്ഥിതി അല്പമായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തമായിരിക്കും. ഈ രാത്രി ആരുടെയൊക്കെ ഹൃദയത്തിൽ തൊട്ട് ഈ രാത്രി ഞാൻ ഈ ദൂത് കൈമാറാ. ഇന്നിൻ്റെ അവസ്ഥകളെ നോക്കരുത്, ഇന്നിൻ്റെ സാഹചര്യങ്ങളെ നോക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് ആർത്തിരമുന്ന തിരമാലകൾ കണ്ടേക്കാം, ഒറ്റപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നു പോകില്ല. ഈ സാഹചര്യം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. യോബിനോട് പറയുന്നു: യോബേ, ഇങ്ങനെ നീ നശിച്ചു പോകത്തില്ല. നിന്റെ പൂർവസ്ഥിതി അല്പമായിരിക്കുക, നിന്റെ അന്ത്യം അതിമഹത്വമായിരിക്കുക. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടതല്ല നല്ല കാലം, ഇനി വെളിപ്പെടാൻ പോകുന്നതാണ് നല്ല കാലം. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ഭാവിക്കകത്ത് വെളിപ്പെട്ടതല്ല നല്ല കാലം, ഇനി വെളിപ്പെടാൻ പോകുന്നതാണ് നല്ല കാലം. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉരുവിടുന്നൊരു പദമുണ്ട്: പൂർവ്വകാലം അല്പമായിരിക്കും, അന്ത്യം അതിമഹത്വമായിരിക്കും. അത് നമ്മുടെ നാവ് കൊണ്ടൊക്കെ നമ്മുടെ കുടുംബത്തെ നോക്കിയൊക്കെ പ്രവചനാത്മാവിൽ നാം ഡിക്ലെയർ ചെയ്യണം. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതിസന്ധിയുള്ളതായാലും, നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമല്ലെങ്കിൽ, ഈ രാത്രി ആത്മാവിൽ ചലഞ്ച് ചെയ്ത് ഞാൻ പറയാം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ല കാലം കഴിഞ്ഞതല്ല, അവൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. അവൻ്റെ നല്ല കാലം കടിഞ്ഞു പോയിട്ടില്ല, അവൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക: നിങ്ങളുടെ കുടുംബത്തിൻ്റെ സീസൺ കടിഞ്ഞു പോയിട്ടില്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇന്നലകളിൽ വാതിൽ തുറന്നേക്കുക. പക്ഷെ ഇന്നലകളിൽ തുറന്ന വാതിലുകളല്ല, അതിനേക്കാൾ വലുത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, കരമുയർത്തിയോ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക: നമ്മുടെ സഭയുടെ നല്ല കാലം കടിഞ്ഞുപോയതല്ല, ഇനി വരാൻ പോകുന്നതാണ് നല്ല കാലം. നമ്മുടെ മിനിസ്ട്രിയുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ, ഇമ്മലകളിൽ കടിഞ്ഞതല്ല. ഈ രാത്രി ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയും? ഈ രാത്രി ഒത്തിരി രോഗങ്ങൾ കണ്ടേക്കാം, ഒത്തിരി തകർച്ചകൾ കണ്ടേക്കാം. ഈ രാത്രി ആത്മാവിൽ പറയണ: എൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഉള്ളപ്പോൾ പറയാൻ, എല്ലാം ഉള്ളപ്പോൾ കൈയടിക്കാൻ, എല്ലാം ഉള്ളപ്പോൾ സ്തോത്രം ചെയ്യാൻ, എല്ലാം ഉള്ളപ്പോൾ എല്ലാവരുടെ മുൻപിൽ ചിരിച്ചു കാണിക്കുക, അതിന് നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, എല്ലാം തകരുമ്പോഴും ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോഴും, ചില സാഹചര്യങ്ങൾ മാതാപിതാക്കൾ പോലും കൂടെ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരും. ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവർ പോലും നിന്റെ കൂടെ ഒരു നല്ല വാക്ക് പറയാ കൂടെ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരും. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിനകത്ത് എല്ലാം തകർന്നൊരു ഓട്ട് കഷ്ണം മാത്രം നമ്മുടെ സ്വന്തം എന്ന് പറയാൻ കഴിയത്തക്ക രീതി യോബ് ഇരിക്കുമ്പോൾ യോബിന്റെ സ്നേഹിതൻ പറയുക: യോബേ, നിന്റെ നല്ല കാലം കടിഞ്ഞിട്ടില്ല, നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി ദൂതിനോട് ആമേൻ പറയണ. ഇന്ന് രാത്രി സ്വീകരിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ രാത്രി ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഈ രാത്രി ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഏത് രാജ്യത്തിരുന്ന ഈ സന്ദേശം കേട്ടാൽ, ഏത് മേഖലയ്ക്കകത്തിരുന്ന് സന്ദേശം കേട്ടാൽ, എല്ലാം തകർന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ഒറ്റപ്പെടലിനകത്തിരുന്ന് സന്ദേശം കേട്ടാൽ, ഈ രാത്രി ആത്മാവിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പ്രസംഗിക്കുക: ഇന്ന് രാത്രി വിശ്വസിക്കുക, നിന്റെ നല്ല കാലം കടിഞ്ഞിട്ടില്ല, നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. ഇതുവരെ ചെയ്ത ശുശ്രൂഷയല്ല, ഇതുവരെയും ചെയ്ത ജീവിതത്തിന്റെ അവസ്ഥകളല്ല, ഇതുവരെയും പഠിച്ച പഠനങ്ങളല്ല, ഇതുവരെയും ജീവിച്ച
ജീവിതമല്ല, വ്യത്യസ്തമായൊരു നല്ല കാലം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഞാൻ കൊതിക്കുന്നു എൻ്റെ ദൈവ സീസണുകൾ തിരിക്കുമ്പോൾ ഈ പട്ടണത്തിൻ്റെ മടിവിൽ ശിരസുയർത്തക്കത്തക്ക നിലവാരത്തിൽ ഈ ആലയത്തിൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തെ ചുമക്കുന്ന ദൈവിക കുടുംബങ്ങൾ കയറി വരുന്ന സീസണുകൾ ഈ രാത്രി ദൈവജനത്തിന് വേണ്ടി കൈമാറുമെന്ന് ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. ഇന്ന് രാത്രി പ്രിയ മാതാവേ, പ്രിയ കൂടപ്പിറപ്പേ, ഇന്ന് രാത്രി നിന്റെ ജീവിതം തകർന്നതായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടതല്ല, അതിലും ശ്രേഷ്ഠമായത് വെളിപ്പെടാനുണ്ട്. അതിലും ശ്രേഷ്ഠമായത് ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. അതിനെയാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവവചനം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതല്ല ഇനി ചെയ്യാൻ പോകുന്നതാ വലുത്. പലരും ചെയ്തു തീർത്തതും അനുഭവിച്ചു തീർത്തതിൻ്റെ വലിപ്പം എണ്ണി എണ്ണി പറയുമ്പോൾ, ഹലോ, കവലകളിലും ആളെ കാണുമ്പോഴും ആമേൻ, ഇന്നലകളിൽ ദൈവം എന്നെ ഇത്രമാത്രം എന്നൊക്കെ ഉയർത്തി പറയുമ്പോൾ ഒരു ഭക്തൻ്റെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ല കാലം നാളെയാണ്. നാളെക്കുറിച്ച് പ്രത്യാശയുള്ളവനാണ് ദൈവവൈതൽ. പ്രത്യാശയില്ലാത്ത മനുഷ്യനല്ല നീ പ്രത്യാശയുള്ള മനുഷ്യനാണ്. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാൽ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഈ രാത്രി വിശ്വസിക്കാമോ? അക്കരമുയർത്തി പറ, എൻ്റെ പൂർവകാലം അല്പമായിരിക്കും, അന്ത്യം അതിമഹത്തമായിരിക്കും. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ പൂർവകാലം അല്പമായിരിക്കും, അന്ത്യം അതിമഹത്തമായിരിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾ. കഴിഞ്ഞ ഞായറാഴ്ച ഏത് ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതോ ഒരു സെക്ഷനിൽ ഞാൻ പ്രസംഗിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. കർത്താവ് ജനിച്ചത് വഴിയമ്പലത്തിലാണ്. പക്ഷെ അവൻ മരിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി വിരുന്നൊരുക്കിയത് വിരിച്ചൊരുക്കിയ വൺമാളികയാണ്. അതൊരിക്കലും ഒരു പ്രോസ്പെരിറ്റിയുടെ ഗോസ്പലല്ല, അത് ദൈവത്തിൻ്റെ നീതിയുടെ ഗോസ്പലാണ്. ഹല്ലേലൂയ. ഇന്നിൻ്റെ സാഹചര്യത്തെ നോക്കി തകർന്നെന്ന് പറയരുത്, നെഗറ്റീവ് അടിക്കരുത്. ജീവിതത്തിൻ്റെ മുൻപിൽ എല്ലാം ശൂന്യമാണെങ്കിലും വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെച്ചിട്ട് പറയണം, എൻ്റെ ഈ സ്ഥിതിയെ മാറ്റാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ തലമുറയുടെ ഈ അവസ്ഥയെ മാറ്റാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ മിനിസ്ട്രിയെ തിരിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആരും എനിക്ക് സപ്പോർട്ടില്ലെങ്കിലും എന്നെ ഉയർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. എനിക്ക് വേണ്ടി വഴികളോ വാതിലുകളും തുറന്നു തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും വിശ്വാസത്തോടെ പറയണം, എൻ്റെ ഈ സ്ഥിതിയെ മാറ്റാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ശമനധരകൽക്കവ. അങ്ങനെ പ്രത്യാശയുള്ളവൻ്റെ ജീവിതത്തിനകത്താണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ സീസണുകൾ തിരിയുന്നത്. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് ഒട്ടനവധി പേരുടെ ചരിത്രങ്ങൾ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിരത്തി വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനേറെ പറയാം, യോബിൻ്റെ ചരിത്രം തന്നെ അതിന് എക്സാമ്പിളല്ലേ. യോബിൻ്റെ പൂർവ്വകാലത്ത് അവനുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി അവൻ്റെ പൂർവകാലത്ത് അവൻ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി യോബിൻ്റെ അന്ത്യത്തിൽ. അവൻ്റെ പരീക്ഷയുടെ കാലഘട്ടം തിരിഞ്ഞപ്പോൾ എൻ്റെ ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി അവന് കൊടുത്തു. ദൈവം അവനെ എന്തെല്ലാം ശത്രു കൊണ്ടുപോയോ അതെല്ലാം ഇരട്ടിയായി ദൈവം തിരിച്ചു കൊടുത്തെങ്കിൽ
ഈ രാത്രി ഒരു ദൂത് കൈമാറാം. നിന്നിൽ നിന്ന് ശത്രു എന്ത് അപകരിച്ചോ അതിന്റെ ഇരട്ടി നിന്റെ വാതിൽക്കൽ വെളിപ്പെടുന്ന ഒരു രാത്രിയായി ഈ രാത്രി മാറും. നിന്റെ ശുശ്രൂഷയ്ക്കകത്തുനിന്ന്, നിന്റെ ഭാവിക്കകത്തുനിന്ന്, നിന്റെ തലമുറയുടെ അകത്തുനിന്ന്, നിന്റെ ഉപജീവന മേഖലയ്ക്കകത്തുനിന്ന്, നിന്റെ ശരീരത്തിനകത്തുനിന്ന് ശത്രു എന്തെല്ലാം അപകരിച്ചോ ഇന്ന് രാത്രി വിശ്വസിക്കുക, അതിന്റെ ഇരട്ടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഫിനാൻഷ്യൽ മേഖലകൾക്കകത്ത് ഞെരുങ്ങുന്ന ആരുടെയൊക്കെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുക. ഇതുവരെയും വെളിപ്പെടാത്ത ചില മന്മയുടെ വാതിലുകൾ ചില ഫിനാൻഷ്യൽ മേഖലകൾക്കകത്ത് ഈ രാത്രി ദൈവാത്മാവ് കൈമാറുന്ന രാത്രിയാക്കി മാറുകയാണ്. ശബരദലഘടക വൈഡമാന ഹർത്തമാന ഹക്ഷരാധ റീബരച്ച വൈഡമാന ഓ റീവരവൈച്ച മാനധാരം ധീരം ധാരം ധാരം ധാര വൈഡമാന ഹർത്തനാഥ ലീഖമാന വൈഡമാന ഓ റീബാന ശാര ധാര 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 ധാര. അമ്പേ പ്രിയരെ, നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അർത്ഥമെന്ത്? ഈ വചനം പറഞ്ഞതുപോലെ ഈ യോബിന്റെ ജീവിതം തിരിഞ്ഞു. ഈ യോബിന്റെ ജീവിതം തിരിഞ്ഞു. അവൻ്റെ പൂർവകാലത്തേക്കാൾ, പൂർവസ്ഥിതിയേക്കാൾ അവൻ്റെ അന്ത്യത്തിൽ അവൻ്റെ സ്ഥിതി മഹത്വമായിരുന്നു. അവൻ്റെ സ്ഥിതി മഹത്വമായിരുന്നു. മക്കളെ, ഇന്ന് രാത്രി നിന്റെ കൂടാരം ചെറുതായിരിക്കാം. നിനക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലായിരിക്കാം. നല്ലൊരു ഭവനം കാണില്ല, നല്ലൊരു വസ്ത്രം കണ്ടെന്ന് വരില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളെല്ലാം ശൂന്യമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പറയണം, എൻ്റെ പൂർവസ്ഥിതിയേക്കാൾ എൻ്റെ അന്ത്യസ്ഥിതി മഹത്വമായിരിക്കും. മഹത്വമായിരിക്കും. നമുക്ക് പ്രത്യാശയില്ല, നമുക്ക് വിശ്വാസമില്ല. നമ്മളെല്ലാ സ്റ്റെപ്പും വയ്ക്കുന്നത് ബുദ്ധിയിലാണ്. നമ്മളെല്ലാ സ്റ്റെപ്പും വയ്ക്കുന്നത് മനുഷ്യനെ കണ്ട. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, ദൈവം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും ഹൃദയത്തിനകത്ത് കുറിച്ചിടേണ്ട കാര്യമാണ്. ഉലകത്തിൽ ആർക്കും ചെയ്തു തരാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയും. നിന്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയും. നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവത്തിന് ചെയ്തു തരാൻ കഴിയും. യോബിൻ്റെ ജീവിതത്തിൽ ഈ വചനം യാഥാർത്ഥ്യമായെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് രാത്രി ഈ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പാളയത്തിൻ്റെ മണ്ണിൽ നിന്ന് ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഭാഗമാകുന്നില്ല? ആമേ, നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറാതെ ഇരിക്കുമോ? ഇന്ന് രാത്രി ലോകരാജ്യങ്ങളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്ന സ്നേഹിത, ആമേ കൂടപ്പിറപ്പ്, നിന്റെ ജീവിതത്തിൽ ഇത് വെളിപ്പെടാതിരിക്കുമോ? ഇല്ലേ, ഇല്ല. ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് നിന്നെ അറിയാമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, അവൻ നിവർത്തിപ്പാൻ ശക്തനാണ്. വാടക വീട്ടിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദേശത്തിന്റെ നന്മകളെ അനുഭവിപ്പിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ചേർത്തു പിടിക്കാൻ ആരുമില്ലാത്ത നിനക്ക് ഒരു പട്ടണത്തെ സ്വന്തമാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. പ്രിയരെ, വചനം പറയുന്നു, രൂത്തിന്റെ ഒന്നാമത്തെ സീസൺ, ഒന്നാമത്തെ കാലം, കാള പറക്കിയ ഒരു കാലം. കാള പറക്കിയ ഒരു കാലം. വയലിൽ രൂത്ത് കാള പറക്കുന്നത് കണ്ടപ്പോൾ ബോവസ് വിദൂരതയിൽ നോക്കിയിട്ട് ചോദിച്ചു, ഏതാ പെൺകുട്ടി? ഏതാ ആ പെൺകുട്ടി? അവൾ കാള പറക്കുകയാണല്ലോ. ബോവസിനോട് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ബോവസേ, ഇത് നിന്റെ കുടുംബത്തിൽപ്പെട്ട നവോമിയുടെ
മകന്റെ ഭാര്യയാണ്. നവോമിയുടെ മക്കൾ മരിച്ചപ്പോൾ ഇവൾ വിധവയായി. മോവാബ്യ പെൺകുട്ടി ഇന്ന് നമ്മുടെ പട്ടണത്തിൽ വന്നു. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ ബോവസ് ചെയ്തത് കേൾക്കണോ? ബോവസ് കൊയ്ത്തുകാരോട് പറഞ്ഞു, കൊയ്യുന്ന സമയത്ത് നല്ല നെൽമണികൾ രൂത്തിന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. ഹലോ, കാള പുറക്കിക്കൊണ്ടിരുന്ന സമയത്തും ദൈവത്തെ വിട്ടുപോകാതെ അവളുടെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്നപ്പോൾ വചനം പറയുന്നു, രൂത്തിന് ബോവസ് പറഞ്ഞതുപോലെ കൊയ്ത്തുക നാളെ മുതൽ നല്ല നെന്മണികൾ മാറ്റിയിട്ട് കൊടുത്തു. ഒന്ന്, ആർക്കും വേണ്ടാതെ തറയിൽ വീണത് പുറക്കെടുത്തവർക്ക് വേണ്ടി അടുത്തൊരു സീസൺ വെളിപ്പെടുക. കൊയ്യുമ്പോൾ കിട്ടുന്നതിൽ നല്ലത് ദൈവം മാറ്റിയെടുത്ത് കൊടുക്കുക. മാറ്റിയിട്ട് കൊടുത്തപ്പോഴും കൊയ്തു പോകുന്നവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി നിന്നിട്ടും അവൾ മടി കൂടാതെ ആ നെൽമണികളെ എടുത്തുകൊണ്ട് ഓരോ ദിവസത്തിനും വേണ്ടിയുള്ളതിനു വേണ്ടി അവളുടെ കൂടാരത്തിനകത്ത് കൊണ്ടുപോയി അവൾ ഭക്ഷണമുണ്ടാക്കി ഭക്ഷിക്കാൻ വേണ്ടി അവൾ മടി കൂടാതെ ആ നെൽമണികളെ പുറക്കിയെടുക്കുമായിരുന്നു. ഇന്ന് രാത്രി പലരും നോക്കി നിന്നതിനെ പരിഹസിച്ചിട്ടും പലരും കുത്തുവാക്ക് പറഞ്ഞിട്ടും പല കുടുംബക്കാര് നിന്നെ നോക്കി പരിഹസിച്ചിട്ട് നീ ചെയ്ത ഉപജീവന മേഖല, നീ പഠിച്ച മേഖല, നിന്റെ ഭാവി, നിന്റെ ജീവിതം എല്ലാം തകർന്നെന്ന് പറഞ്ഞ് നിന്നെ പരിഹസിച്ചിട്ട് ദൈവത്തെ മറക്കാതെ എൻ്റെ സ്ഥിതി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം മാറ്റുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി രൂത്തിന് പറയാ ഒരു കാര്യമുണ്ട്. എൻ്റെ പൂർവ്വകാലം അല്പമായിരിക്കും, എൻ്റെ അന്ത്യം അതിമഹത്വമാക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രദ്ധിച്ചേ പ്രിയരെ, ഒന്ന്, തറയിൽ വീണ് കിടക്കുന്നത് പുറക്കിയെടുത്ത കാലം. രണ്ട്, കൊയ്യുന്ന സമയത്ത് അവൾക്ക് മാറ്റിയിട്ട് കൊടുത്ത കാലം. ഒന്ന് കണ്ണടച്ചൊക്കെ ഒന്ന് ധ്യാനിച്ച ഇന്നലകളിലൊക്കെ അനുഭവിച്ച വഴികളൊക്കെ, ദൈവം നടത്തിയ പാതകളെല്ലാം നമുക്ക് ഓർമ്മ വരും. പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട്. വചനം ധ്യാനിച്ചപ്പോ എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നലകൾ വന്ന പാതകളെല്ലാം ഓർത്തു. മാറ്റിയിട്ട് കൊടുക്കുക. മാറ്റിയിട്ട് കൊടുത്തപ്പോഴും വിശ്വസ്തയോടെ രൂത്ത് ആ നെൽമണികളെ പറക്കിയെടുത്ത് അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു ദിവസം പിന്നെയും ബോവസ് വന്നപ്പോൾ മാറ്റിയിട്ട് കൊടുത്ത നെൽമണികളെ മടികൂടാതെ പറക്കുന്ന ഒരു രൂത്തിനെ കണ്ട് വചനം ഇങ്ങനെ പറയുന്നു, ബോവസ് അവളോട് പറഞ്ഞത്, ഇനി മുതൽ നീ മാറ്റിയിട്ടത് പറക്കിയെടുത്ത് ജീവിക്കണ്ട. നിനക്കാവശ്യമുള്ള സമയത്ത് എൻ്റെ ഭണ്ഡാരത്തിൻ്റെ മുൻപിൽ വന്നാൽ മതി, അവർ നിനക്കാളന്ന് തരും. തറയിൽ പറക്കി ജീവിച്ചവളോട് പറയുക, ഇനി എൻ്റെ ജോലിക്കാർ നിനക്ക് അളന്നു തരാൻ പോകുക. ഈ പകൽക്കാലം ഇന്നലകളിൽ കരഞ്ഞതിന് തത്തുല്യമായി, ഇന്നലകൾ വേദനിച്ചതിന് തത്തുല്യമായി, ഇന്നലകളിൽ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് തകർന്നുപോയ ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് വിഷമിച്ചതിന് തത്തുല്യമായി എൻ്റെ ദൈവം അളന്നു തരാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി കരമടിച്ച് വായ്കളെ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഓ റീബാനാമാനം ശബാന ഹർത്തമാന വൈഡബരംദര വൈഡബരംദുര വൈഡബരംദര വൈഡബരഗബാരീബര വച്ചബരംദുര വൈഡബരംദര വൈഡബ ഓ ശാരാധാര ധീരബാല ഹർത്തമാന ധീരമാന
വിശ്വസിക്കുന്നവർ കരമടിച്ചു നന്നായി ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ഈ വചനമാഴമായി ഈ ദേശത്ത് ഞാൻ വിതയ്ക്കുമ്പോൾ, ഈ ദേശത്ത് ഞാൻ കൈമാറുമ്പോൾ, ഇന്ന് രാത്രി പിടിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവം ചിലത് അളന്നു തരാൻ പോകുക. എൻ്റെ ദൈവം ചിലത് അടന്നു തരാൻ പോകുക. കരമടിക്കുന്നെങ്കിൽ നമ്മൾ, അന്യഭാഷ പറയുമെങ്കിൽ നമ്മ, ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നമ്മ, ഏത് രാജ്യത്തിരുന്നു എന്ന് ഒരു വിഷയമല്ല, ഏത് സാഹചര്യത്തിലിരുന്നു എന്ന് ഈ ശബ്ദം കേൾക്കുന്നു എന്ന് വിഷയമല്ല. വാവിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ ഇന്ന് രാത്രി നീ കരഞ്ഞതിന് തത്തുല്യമായി എൻ്റെ ദൈവം അളന്നു തരാൻ പോകുക, അളന്നു വരാൻ പോകുക, എൻ്റെ ദൈവം അളന്നു വരാൻ പോകുക.